സ്വപ്നവുമാണ്. സ്വഫിലേക്ക് എത്തിയപ്പോ തക്ബീർ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ നൽകുന്ന ഏറ്റവും നല്ലത് എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. ഇത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഹദീസ്, ഒരു വാക്കല്ല, ഒരു ദുആയല്ല. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, അദ്ദേഹമായിട്ട് പറയാം. സ്വഹീഹായ ഹദീസാണ്. ഇമാം ഹാക്കിം എന്നിവര്, ഇബ്നു ഹിബ്ബാൻ, ഇമാം ബസ്സാർ ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. നിന്റെ സ്വാലിഹീങ്ങൾക്ക് നീ നൽകുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് അല്ലാഹുവേ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു അക്ബർ നിസ്കരിക്കുക. ഫലമ്മാ ഖളൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മനിൽ മുതകല്ലിമു ആനിഫൻ. ആരാണ് തൊട്ടു മുമ്പ് ഒരു വാക്ക് പറഞ്ഞത്? ആരാണിപ്പോ സംസാരിച്ചത്? അദ്ദേഹം മസ്ബൂഖായി വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനായിരുന്നു നബിയേ. അപ്പൊ തങ്ങളത് കേട്ടു. അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. നിന്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് നീ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹുവേ എനിക്ക് നൽകണമേ. തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ആ ചോദിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത്. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന സ്വാലിഹീങ്ങൾ, അവർക്ക് നൽകുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ, ഇദൻ യുഖറു ജവാദുക വതുസ്തഷ്ഹദു. അതിനർത്ഥം എന്താണെന്നറിയുമോ? നിങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന നിങ്ങളുടെ കുതിര, ആ കുതിര അറുക്കപ്പെടുകയും വതുസ്തഷ്ഹദു, നിങ്ങൾ രക്തസാക്ഷിയായി മാറുകയും ചെയ്യും. അതാണ് നിങ്ങളാ ചോദിച്ചത്. ഈ ഹദീസ് പറഞ്ഞപ്പോ മഹാന്മാർ പറയാണ്, വഫി ഹാദൽ ഹദീസ് ഇഷാറ, ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുണ്ട്, അന്നൽ അബ്ദ ലാ യസ്തഖീമു മഖാമ സ്വാലിഹീൻ ഇല്ലാ ബിൽ ഉബൂരി ഇലാ മഖാമി ഷഹാദ. ഷഹാദത്തിന്റെ ഒരു മഖാമിലേക്ക് ഷഹീദാവുക. നമ്മൾ പറയല്ലേ, ഒരുപാട് ശുഹദാക്കളുടെ മഖാമുകളുണ്ട്. ഇപ്പോൾ ഒമാനൂർ ശുഹദാക്കളടക്കം നമ്മുടെ നാടുകളിൽ ഖിലാഫത്തിൽ വഫാത്തായി പോയ ഒരുപാട് ശുഹദാക്കളുടെ മഖാമുകൾ നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട്. ഉമർ ഖാദി തങ്ങളുടേതടക്കം, മഹാനായ മമ്പുറം തങ്ങളടക്കം ഒരുപാട് ആ കാലഘട്ടങ്ങളിൽ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ എത്രയോ ശുഹദാക്കളുണ്ട്. ഈ ശുഹദ ഷഹീദാവുക എന്ന് പറഞ്ഞതു തന്നെ സ്വലാഹിലേക്ക്, നന്മയിലേക്ക് ഉയരുന്നൊരു കാരണമാണ്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ഉറൂസുകളും അവരുടെയൊക്കെ അനുസ്മരണങ്ങളും നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തേ? ശുഹദാക്കളായാൽ തന്നെ അവർ സ്വാലിഹീങ്ങളായി മാറി. കാരണം സ്വാലിഹാവേണ്ടതിന്റെ ഒരു ലക്ഷണം നബി തങ്ങൾ പറഞ്ഞത്, ഷഹാദത്ത് വരിക്കും. ഷഹാദത്ത് വരിക്കുന്നത്, രക്തസാക്ഷിത്വം ഉണ്ടാകുന്നത് സജ്ജനങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അത് ബെഡിൽ കിടന്ന് ഷഹീദാവാൻ നമുക്ക് വകയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ചോര ചിന്തിയുള്ള മരണം മാത്രമല്ല. ശുഹദാ ഉമ്മത്തി കസീർ, എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് ശുഹദാക്കളുണ്ട്. അതിൽ ചോര ചിന്തി മരിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ അക്തറു ശുഹദാഇ അസ്ഹാബുൽ ഫുർഷ്, എൻ്റെ ഉമ്മത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ഷഹീദുമാർ വിരിപ്പിലും ബെഡിലും വീട്ടിലും കിടന്ന് മരിക്കുന്നവരാണ്. സ്വന്തം നഫ്സിനോട് മുജാഹദ ചെയ്യുന്നവർ, സ്വന്തം ശരീരത്തോട് പടവരുന്നവർ. എങ്ങനെ? തിന്മയുടെ വിഷയത്തിൽ തൗബ ചെയ്തുകൊണ്ട്, നെദമുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് വഅദ ചെയ്തു കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ച് തളർത്തുകയാണ്. അങ്ങനെ ശരീരവുമായി പടവരുന്നവർ അവരും ശുഹദാക്കളാണെന്ന് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. നബിയേ, ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, എന്നോട് ചോദിക്കുന്ന ഒരാൾ, ദുആ ചെയ്യുന്ന ഒരാൾ എന്നോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് പറയുമ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ആരാണ് ഈ ദുആ ചെയ്യുന്ന മനുഷ്യർ? ദുആ ചെയ്താൽ ഉത്തരം കൊടുക്കും. ദുആ ചെയ്യുന്ന ആള് ദുആ ചെയ്താൽ ഉത്തരം. അപ്പൊ ഈ ദുആ ചെയ്യുന്ന ആൾ എന്ന് പറയുന്ന ദാഇ,
ആ ദാഇ അതാരാ? നമ്മളൊക്കെ ദ്വാരക്കണ്ടല്ലോ, ഉത്തരം ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പൊ എന്താണ് ഇതിന്റെ പരിഹാരം? ചോദിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ചോദിക്കുന്നവർ എന്താണ്? ആ ചോദിക്കുന്ന ആളെ കുറിച്ച് നബിയെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് കൈയുയർത്തിയിട്ട് ഒരു ദുആ ചെയ്യുന്നു. യാ റബ്ബ് മസ്അലത ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി എന്നോടൊരു ചോദ്യം ചോദിച്ചു റബ്ബേ, അതിന്റെ ഉത്തരം എന്താണ് പടച്ചവനെ? നബി തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു. യാ റബ്ബി മസ്അലത ആയിഷ റളിയല്ലാഹു അൻഹാ ഫഹബത ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇമാം സുയൂത്തിയുടെ ദുർറുൽ മൻസൂറിലുണ്ട് ഹദീസ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഫഖാൽ ഇന്നല്ലാഹ യുഖരിഉക സലാം, നബിയേ അല്ലാഹു അങ്ങയോട് സലാം പറയുന്നുണ്ട്. ആരാണ് ദുആ ചെയ്യുന്നതെന്നല്ലേ ആയിഷ ബീവി ചോദിച്ചത്? അതിന്റെ ഉത്തരം വേണമെന്നല്ലേ അങ്ങ് അല്ലാഹുവിനോട് ആരാഞ്ഞത്? ഉത്തരം വന്നിരിക്കുന്നു നബിയേ. ഹാദാ അബ്ദി അസ്സാലിഹു ബിന്നിയ്യതി സ്വാദിഖ, സത്യസന്ധമായ നീയത്തോടുകൂടെ എന്നോട് ചോദിക്കുന്ന എൻ്റെ ദാസനാണ്, എൻ്റെ ദാസിയാണ്. സത്യസന്ധമായ നിയ്യത്ത്. എൻ്റെ റബ്ബ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും എന്ന് റബ്ബിനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിഷ്കളങ്കമായ സത്യസന്ധമായ ചിന്തയോടെ നിയ്യത്തോടെ ദുആ ചെയ്യുന്ന അബ്ദി അസ്സാലിഹ്, സ്വാലിഹായ ഒരാൾ ദുആ ഇരുന്നാൽ അതിന് കിട്ടും. ഈ ഹദീസിനെ വെച്ചിട്ട് മഹാന്മാർ വമിൻ ഹുനാ യുസ്തഹബ്ബു ത്വലബു ദുആഇ മിനസ് സ്വാലിഹീൻ, അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ദ്വാരക്കണം കേട്ടോ, എനിക്ക് വേണ്ടി ദ്വാരക്കണേ, മക്കൾക്ക് വേണ്ടി ദ്വാരക്കണേ, ഉമ്മത്തിന് വേണ്ടി ദ്വാരക്കണേ എന്ന് സ്വാലിഹീങ്ങളെ കാണുമ്പോൾ ദ്വാരപ്പിക്കണം എന്ന ആശയം നമ്മൾ പഠിക്കുന്നത് ഈ ഹദീസിൽ നിന്നാണ്. വേറെയും ഹദീസുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉംറക്ക് പുറപ്പെടുമ്പോൾ, ഹജ്ജിന് പുറപ്പെടുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ നബി തങ്ങൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ കേൾക്കുന്നതാണ്. യാ ഉഖയ്യ ലാ തൻസനാ മിൻ ദുആഇക്, നബി തങ്ങൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞു. യാ അല്ലാഹ് ഇന്നല്ലാഹ യുഖരിഉക സലാം, അല്ലാഹു അങ്ങയോട് സലാം പറയുന്നുണ്ട് നബിയെ. ആരാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ എന്ന ആയത്ത് സൂറത്തുൽ ബഖറയിൽ, ആ ആയത്തിലെ അദ്ദാഅ് ദുആ ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ് നബിയെ എന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ അങ്ങയോട് ചോദിച്ചില്ലയോ? അതിനുത്തരം ഹാദാ അബ്ദി സ്വാലിഹ് ബിന്നിയ്യതി സ്വാദിഖ, സ്വാലിഹായ മനുഷ്യൻ നല്ല നിയ്യത്തോടുകൂടെ ഒരു പ്രതിഫലവും കാക്ഷിക്കാതെ മോഹിക്കാതെ അള്ളാഹുവിന്റെ റിളാ മോഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന ദുആ. വഖൽബുഹു തഖിയ്യുൻ, അവരുടെ ഹൃദയം അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയമാവണം. താൻ പോരിമ വരരുത്, അഹംഭാവം വരരുത്, താൻ വലിയ ആളാണെന്ന തോന്നൽ വരരുത്. ഖൽബുഹു നഖിയ്യുൻ തഖിയ്യുൻ യഖൂൽ യാ റബ്ബ് യാ റബ്ബ് എന്ന അയാൾ ദുആ ഇറക്കുമ്പോൾ ഫഅഖൂലു ലബ്ബൈക് ഫഅഖ്ദി ഹാജതഹ, ഞാൻ പറയും എൻ്റെ ദാസനെ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹ് പറയും ലബ്ബൈക്, എന്നിട്ട് അള്ളാഹു ആ ചോദിച്ച ചോദ്യം അള്ളാഹു തആല നിർവഹിച്ചു കൊടുക്കും. അപ്പോ സ്വാലിഹീങ്ങൾ ദുആ ഇറക്കുമ്പോൾ ഉത്തരം ഉറപ്പാണ്. വമിൻ ഹുനാ, മഹാനായ നജ്മുദ്ദീനുൽ അസ്സി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയും വമിൻ ഹുനാ യുസ്തഹബ്ബു ത്വലബു ദുആഇ മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കാണുമ്പോൾ ദ്വാരപ്പിക്കൽ സുന്നത്താണെന്ന് നമ്മൾ ഇവിടുന്നാ മനസ്സിലാക്കേണ്ടത്. സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ, സാധാരണക്കാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാകും, മുച്ചാലിമീങ്ങളുണ്ടാകും, ആലിമീങ്ങൾ, സദാത്യങ്ങൾ, അവരൊന്നും പറയും വേണ്ട, അവരൊക്കെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരാ. അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അബ്ദുകളൊക്കെ കാണുമ്പോഴേ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് പറയണം. അത് സുന്നത്താണ്. നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മഹാനായ അസീർ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹജ്ജിന്റെ നേരത്തെ ഒരു അനുഭവം പറയുന്നുണ്ട്. കാന ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദാ അതാ അലൈഹി അംദാദു അഹ്ലിൽ യമൻ, യമനുകാർ വന്നാൽ സഅലഹും, അവരോട് ചോദിക്കും. യമൻ ആദ്യകാല മുസ്ലിം ഭരണകൂടങ്ങളിലെ ഏറ്റവും സുശക്തമായ ഭരണം യമനിലാണ്. അത് കഴിഞ്ഞ പിന്നെ ഷാമിലാണ്. ഇപ്പൊ യമനുകൾ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഹജ്ജിന് വലിയൊരു ഉണർവാണ്.
അംദാദുൽ യമൻ, അങ്ങനെ പറയും, യമനിലെ മദദ്. അവർ വരുമ്പോഴേ മക്കക്കാർക്ക് ഒരുപാട് ഹദിയകൾ, അവരുടെ അളാഹികൾ, അവരുടെ ഫിദിയകൾ, അവരുടെ ഒരുപാട് ബൈത്തുൽ അതീഖിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് നേർച്ചകൾ, ഇതൊക്കെ ആയിട്ട് അവർ വരിക. അംദാദുൽ യമൻ. ഉമർ തങ്ങൾ ചോദിക്കും, അഫീകും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? എല്ലാ കൊല്ലം ചോദിക്കും. 10 കൊല്ലം ചോദിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവസാന കണ്ടുമുട്ടിയത് അവസാനത്തെ ഹജ്ജില്. ഫഖാൽ, അങ്ങനെ ഉവൈസ് ഇബ്നു ആമിർ എന്നവരെ കണ്ടപ്പോൾ ചോദിച്ചു, അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ ആണോ? ഖാല നഅം, അതെ. മിൻ മുറാദിൻ മിൻ ഖർനിൻ, നിങ്ങൾ ഖർന ഖബീലയിലെ മുറാദ് ഉപകബീലയിൽ നിന്ന് വരുന്ന മനുഷ്യനാണോ? ഖാല നഅം, അതെ. മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു. ആളുകളോട് ഉമർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? ഒരുപാട് ഉവൈസുമാരെ കൊണ്ടുവന്നു കൊടുത്തു. അവരൊന്നും ഉവൈസ് ആമിറിന്റെ മകൻ ഉവൈസ് അല്ല, പോയിക്കോളൂ, ഉവൈസ് ഇബ്നു ആമിറിനെ എനിക്ക് കിട്ടണം. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആടുകളെ നോക്കുന്ന ആട്ടിടയനാണ് ഈ മഹാൻ. ആടുകളെ നോക്കുന്ന ആളാണ്. ഹജ്ജിന് വരുന്ന ഛാത്രസംഘം ബാഗൊക്കെ എടുത്തു കൊടുക്കുന്ന ആളെന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആടുമാട് ഒട്ടകങ്ങളെ നോക്കുന്ന ആളാണ്. മൂപ്പരപ്പോ അമീറുൽ മുഅ്മിനൊക്കെ ഇങ്ങനെ ചോദിക്കോ? അമീറുൽ ഖലീഫ ചോദിക്കണമെങ്കിൽ ഒരു VIP ആവണ്ടേ? അങ്ങനെ അവർ വിചാരിച്ചത്. ആ ഉവൈസിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ മെലിഞ്ഞൊരു മനുഷ്യനാ, ക്ഷീണിച്ചിട്ടുണ്ട്, പൊടിപുരണ്ട്, ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഉമർ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കാൻ, അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ ആണോ? ഖാല നഅം, അതെ. മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർന ഖബീലയിലെ മുറാദ് എന്ന ഉപകബീലയിൽ നിന്ന് വരുന്ന ഉവൈസ് ഇബ്നു ആമിർ അൽ മുറാദിയുൽ ഖർനി ആളാണോ നിങ്ങള്? ഖാല നഅം, അതെ 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 അതെ. കാന ബിക ബറസുൻ ഫബരിഅത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായി, ആ രോഗം മുഴുവനും ശിഫയായല്ലോ. ഇല്ലാ മൗദിഅ ദിർഹമിൻ, ഒരു നാണയത്തിന്റെ അത്ര നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ഇനി മാറാൻ ബാക്കിയുണ്ടല്ലേ? അങ്ങനത്തെ ആളല്ലേ നിങ്ങള്? ആ അതെ 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 അതെ, എനിക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു, ഒക്കെ മാറി. ശരി, എൻ്റെ ഈ വയറിന്റെ ഭാഗത്ത് പൊക്കിളിനോട് ചേർന്ന് ഇത്ര ഒരു വട്ടം അവിടെ ബാക്കിയുണ്ട് വെള്ളപ്പാണ്ട്. അല്ലാഹു അത്തരം അസുഖം അസ്സകുമുല്ലാഹ്, ഒന്നവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ഒരു ഡെർമറ്റോളജിക്ക് കാണിച്ചു കൊടുത്താൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ ശിഫ തന്നെ വേണം. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ചെറിയൊരു വലിയൊരു കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്, വലിയ വിഷമമുള്ളൊരു അസുഖമാണ്, കാണുമ്പോൾ ഒരു പ്രയാസം തോന്നുന്ന അസുഖം. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അള്ളാഹു ശിഫ കൊടുക്കണേ പടച്ചവനെ. ഖാന ബിക ബറസുൻ ഫബരിഅത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹം ഖാല നഅം. അപ്പൊ നാട്ടുകാരൊക്കെ അത്ഭുതപ്പെടുക, ഈ ആട്ടിടേനെ ഇങ്ങനെ എങ്ങനെ ഉമർ നിങ്ങൾക്ക് അറിയാൻ പറ്റി? സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. ലക വാലിദ, നിങ്ങൾക്കൊരു ഉമ്മയില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഉമ്മയെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുകയായിരുന്നില്ലേ? അതെ 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 അതെ. ഈ മനുഷ്യൻ യമനിൽ ജീവിച്ചിരിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ മദീനയിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിലെ ഉമ്മയെ ഒറ്റക്കാക്കി മദീനയിൽ വന്ന് ഹബീബിന്റെ മജ്ലിസിലിരുന്ന് സ്വഹാബി ആവാനുള്ള അവസരമുണ്ടായില്ല. അതുകൊണ്ട് മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളിലെ നേതാവാണ്, അല്ലെങ്കിൽ സയ്യിദു താബിഈൻ. താബിഈങ്ങളുടെ സ്വഹാബിയാവാൻ കഴിഞ്ഞില്ല, അപ്പൊ തൊട്ടടുത്ത ജനറേഷനാണ് താബിഈങ്ങൾ. അവർ ഹബീബിനെ കണ്ടവരല്ല, ഹബീബിന്റെ മജ്ലിസിൽ ഇരുന്നവരല്ല. താബിഈങ്ങളുടെ നേതാവാണ് ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. തങ്ങളും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. ഖാല ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറയുന്നത്, സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഉവൈസ് ഇബ്നു ആമിർ എന്ന മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. യമനികൾ മൊത്തം ഇങ്ങനെ നോക്കുക, എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്? ഹജ്ജാണ്, ഹജ്ജിന്റെ തിരക്ക് ആലോചിച്ച് നോക്കി. ഖലീഫയാണ് ഈ സംസാരിക്കുന്നത്, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങള്. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ ഒരു ദിവസം, യഅതി അലൈക ഉവൈസ് ഇബ്നു ആമിർ, ഉമറേ ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളുടെ അരികത്തേക്ക് ഒരു ദിവസം വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. യഅതി അലൈക ഉവൈസ് ഇബ്നു ആമിർ മഅ അംദാദി അഹ്ലിൽ യമൻ, യമനുകാരുടെ ഹജ്ജ് സംഘം വരുന്ന കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിറും ഉമറേ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർന ഖബീലയിലെ മുറാദ് ഉപകബീലയിൽ നിന്ന്.
കാന ബിഹി ബറസുൻ ഫബറഅ മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ, ശരീരത്തിൽ ആകമാനം വെള്ളപ്പാണ്ട് വന്ന് ആ സുഖം മുഴുവനും അല്ലാഹു ശിഫയാക്കി കൊടുത്തു. ഇല്ലാ മൗദിഅ ദിർഹമിൻ, ഒരു നാണയത്തിന്റെ അത്ര എവിടെയോ ബാക്കിയുണ്ട് ശരീരത്തിൽ. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, തനിക്കൊരു ഉമ്മയാണുള്ളത്, യതീമായി വളർന്ന മോനാണ്. ആ ഉമ്മയെ പരിപാലിക്കലാണ് ജോലി, എപ്പോഴും ഉമ്മാക്ക് ഖിദ്മത്തിലാണ്, ഉമ്മയെ സന്തോഷിപ്പിക്കുന്ന ഒരു മോനെ. അങ്ങനത്തെ ഉവൈസ് ഇബ്നു ആമിറിനെ ഉമറേ നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ടായാൽ ശ്രദ്ധിക്കണേ, അത് സാധാരണക്കാരനല്ല. ലൗ അഖ്സമ അലല്ലാഹി ലഅബറാഹ്, വല്ലാഹി അല്ലാഹുവേ നിന്നെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് മഴ വേണം, ഇപ്പൊ വേണം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും. പടച്ചവനെ ഞങ്ങൾക്ക് ഇന്നത് സംഭവിക്കണമെന്ന് ആ മഹാൻ അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അതിനുത്തരം കിട്ടിയിരിക്കും. അങ്ങനത്തെ നല്ല ഒരു മഹാനാണ്. അവരെ കാണുകയാണെങ്കിൽ ആ മഹാനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അവരോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കലിനെ ചോദിക്കണേ എന്ന് ഉമറേ ദുആ ചെയ്യിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉവൈസ് ഇബ്നു ആമിർ തങ്ങളെ ഫസ്തഗ്ഫിർലി, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. മഹാൻ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമർ, അല്ലാഹുവേ ഉമർ എന്നവർക്ക് പുറത്തു കൊടുക്കണേ. ആർക്കാ കേൾക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ സ്വർഗം കിട്ടുമെന്ന് ദുനിയാവിൽ ഉറപ്പ് കിട്ടിയ സ്വഹാബിയാണ്. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ആളല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹകദാ യദ്ഖുലു സലാസത്തുനൽ ജന്ന, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഹബീബായ നബി തങ്ങളും തോളിൽ പിടിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോവുകയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമർ എന്നവരാ പറയുന്നത്.